എല്ലാവർക്കും ഒരിക്കൽ കൂടി ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. പൊതുവെ ഞാൻ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഏത് മെത്തേഡിലാണ് ചെമ്മീൻ കറി വെക്കുന്നതെന്നുള്ളതാണ് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ ചെമ്മീൻ കറി ചോറ്, പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, പത്തിരി അങ്ങനെ എല്ലാത്തിനും കൂടെ മാച്ചാണ്. പക്ഷെ പെർഫെക്റ്റ് മാച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ കറി എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. നമ്മുടെ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായി മൂത്താലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മസാലപ്പൊടികളാണ്. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതാണ് ഈ കറിയുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ. പിന്നെ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് എല്ലാം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചെമ്മീനിൻ്റെ കറിയാണ് വെക്കുന്നത്. അതിൻ്റെ പാകത്തിനനുസരിച്ചാണ് ഞാനിപ്പോൾ അളവുകളൊക്കെ പറയുന്നത്. ഇനി ഇതെല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ആ എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് മൂത്തിട്ട് എടുക്കണം. പൊടികളെല്ലാം പച്ചമണം മാറി മൂത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി, ചെറിയ തക്കാളി, 2 പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് മൂത്ത് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേരപ്പാലാണ്. നിങ്ങൾ നാളികേരമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പകുതി നാളികേരം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഭാഗമായിട്ട് കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 നാളികേരത്തിൻ്റെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തിട്ടുള്ളതാണ്. ഇത് തൽപ്പാൽ, 2ാം പാല് അങ്ങനെയൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഒറ്റ പാലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കൊടംപുളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പും ആഡ് ചെയ്തിട്ട് കൊടുത്തു. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ചെമ്മീനിൽ കുറച്ച് ഉപ്പ് രസം ഉണ്ടാവും. സീ ഫുഡ്സിൽ എല്ലാത്തിലും ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ സീ ഫുഡ് വെച്ച് എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ചൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കറി തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് വെട്ടിത്തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ കറി ഇതേ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പകുതി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അതിലുള്ള ഉപ്പും എരിവും പുളിയും എല്ലാം ആ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സായിട്ട് യോജിച്ചിട്ട് കുറുകി വരും. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ അതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് അതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ബാലൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ നോക്കുന്ന സമയത്ത് കുറച്ച് എരിവും പുളിയും മുന്തി നിൽക്കണം. കാരണം നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടില്ല. കാരണം ചെമ്മീൻ ചേർക്കുമ്പോൾ ആ കൂടി നിൽക്കുന്ന ആ പുളിയും എരിവും അത് ബാലൻസ്ഡ് ആയിട്ട് കറിയിലേക്ക് യോജിച്ചോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒരു പകുതി മൂടി വെച്ചിട്ട് ഈ കറി ഒന്ന് തിളപ്പിക്കണം. 2 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 6 to 8 മിനിറ്റ്സ് നമ്മൾ വീണ്ടും കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചെമ്മീൻ ഒക്കെ വെന്ത് കറിയൊക്കെ നല്ല പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു 8 മിനിറ്റായി നമ്മളിപ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മുടെ കറി ഇതേ എണ്ണ തെളിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് തീ അങ്ങ് ഓഫാക്കാം കേട്ടോ. ഞാൻ വയ്ക്കുന്ന സ്റ്റൈലിലുള്ള ചെമ്മീൻ കറിയാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ വേണം.
പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്.